ഡോക്ടർ പി കെ ഗോപൻ, അത് അദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഒരു മാധ്യമ നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ അത്തരം ഒരു വാദം മുമ്പോട്ട് വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, ഞാനൊരു നിരീക്ഷണമായി ആരോഗ്യപരമായി മുമ്പോട്ട് വെക്കുകയാണ്. ശ്രീ പി കെ ഗോപൻ, അങ്ങനെയാണോ? എഫിഷ്യൻസി ഉള്ളവരെ എടുക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം? നാളെ ഒരുപക്ഷെ മന്ത്രിമാർക്ക് എഫിഷ്യൻസി ഇല്ലെന്ന് പറഞ്ഞ് എഫിഷ്യൻസി ഉള്ള BJP മന്ത്രിമാരെ എടുക്കാം എന്നാണോ? BJP MLA മാരെ എടുക്കാമെന്നാണ്. ഈ ഇഴജന്തുക്കളെ തല്ലിയിട്ട് ഇഴജന്തുക്കളെ തല്ലിയിട്ടിട്ട് അവസാനം വാലിനൊരു അനക്കം വരുമ്പോൾ അടിച്ചു കൊല്ലുന്നത് പോലെ തന്നെയാണ് ഈ വിഷയത്തിൽ പരിക്കേറ്റ് കിടക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. പല നിങ്ങൾ നേരത്തെ പറഞ്ഞ പേരുകൾ ഉൾപ്പെടെ പല പേരുകാർ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കോൺഗ്രസിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അത് അവരുടെ ജനറൽ സെക്രട്ടറിമാർ ഉയർത്തുന്നു, അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഓർമ്മിപ്പിക്കുന്നു, അവരുടെ പ്രാദേശിക പ്രവർത്തകര് വക്കീലന്മാരായിട്ട് നിൽക്കുന്നവരൊക്കെ GP മാരായിട്ട് വരാൻ, ഗവൺമെന്റ് പ്ലീഡേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നവരെല്ലാം ചേർക്കുമ്പോൾ അവരോട് പറയുകയാണ്, രാജേന്ദ്രൻ സാർ, ഇത് വായിക്ക് കൊള്ളിക്കാവുന്നവർക്കുള്ള പോസ്റ്റാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാർക്കുള്ള പോസ്റ്റ് അല്ല എന്നാണ് മലയാളം പറഞ്ഞത് അല്ലേ? അദ്ദേഹം വിശദീകരിച്ചതിന്റെ അർത്ഥം അതാണ്. ഇത് എഫിഷ്യൻസി ഉള്ളവർക്ക് വേണ്ടി. അതിന് അദ്ദേഹം കൂട്ടുപിടിക്കാൻ പോയത് ഗോപാലകൃഷ്ണകുറുപ്പ് സാറിനെയാണ്. ഇവിടെ വിഷയം സംഘി ബന്ധമാണ് സാർ പ്രശ്നം. അതായത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി മുതൽ ഇലക്ഷൻ കമ്മീഷൻ വരെ ഉള്ളവരെ സംഘികൾ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നാണ് എടുക്കുന്നതെന്നാണ് ഞങ്ങൾ കൃത്യമായിട്ട് ആരോപിക്കുന്നത്. അല്ലാതെ ഇത് സതീശന് ഒരു രാത്രി തോതിയ ഉൾവിളിയല്ല. നിങ്ങൾ ഈ പറഞ്ഞത് RV ബാബുവും ശശികല എല്ലാം പോയി കാണുന്നത്, ഇന്നലെ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത് കേരളത്തിന്റെ പൊതു പ്രശ്നങ്ങളാ. അങ്ങനല്ല. ഓരോ പോസ്റ്റിലേക്കും സംഘികളുടെ ലിസ്റ്റ് കൂടെ കൊടുക്കാനായി പോകുന്നതല്ല. അവര് തമ്മിൽ തെരഞ്ഞെടുപ്പ് സമയത്തുള്ള ധാരണയാണത്. ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും BJP-യുടെയും പൊതു ആവശ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂടെ എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്തത്. ആ ചർച്ച അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയമായി നല്ല മത്സരം നടത്തുക. ആ മത്സരം നടത്തി കേരളത്തിൽ. അതിനുശേഷം BJP-ക്ക് A ക്ലാസ് മണ്ഡലങ്ങളിൽ ചിലത് മാത്രം അവർ ശ്രദ്ധിക്കുക, ബാക്കി അവർ ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെ ഒരു 30 മണ്ഡലങ്ങളിലെങ്കിലും ഓരോരുത്തടുത്ത് പറയാം, ഓരോ ജില്ല എടുത്ത് പറയാം, അവിടുത്തെ BJP-യുടെ വോട്ട് കുറഞ്ഞതും BJP-ക്കെതിരായിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്താത്ത കോൺഗ്രസ് MLA-മാർ ഇപ്പോഴും ഉണ്ടത്. ഇപ്പോഴും ഉണ്ട്. ദാണ്ടെ ഞാന് രാജേന്ദ്ര സാറിന്റെ റെഫറൻസിന് വേണ്ടി പറയുക, കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുത്തു, ശ്രീ VD സതീശന്റെ. ആ ഇന്റർവ്യൂവിനകത്ത് എവിടെങ്കിലും അങ്ങ് പരിശോധിക്കുക, അങ്ങ് റെഫറൻസിന് വേണ്ടി പറയുന്നത് ഞാൻ പറയാതുകൊണ്ടാ, RSS-നോ BJP-ക്കെതിരായിട്ടൊരു ഷാർപ്പായിട്ട് അറ്റാക്ക് ഇല്ല. അദ്ദേഹം ഫാസിസത്തിനെതിരായിട്ട് പറഞ്ഞത് പോലും തെറ്റായിട്ടാണ് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഫാസിസത്തിനെതിരായിട്ട് അദ്ദേഹം 2ാം ലോക മഹായുദ്ധകാലത്തെ പ്രശ്നം പറഞ്ഞത് പോലും ചരിത്രപരമായി തെറ്റാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ പത്രങ്ങൾ ഒരു ഇമേജ് കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം വായിക്കുമെന്ന്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും പറയുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അത് വ്യക്തിപരമായിട്ട് മറ്റു രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നില്ല. അതിരിക്കട്ടെ, അത് നമുക്ക് തർക്കമില്ല കാര്യത്തിൽ, വായിക്കുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ RSS-നെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് പ്രശ്നം. അതിവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷം ഏതെങ്കിലും വിധത്തിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളത്, ഗവർണറുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചിട്ടാണ് ഒരു വൈസ് ചാൻസലറിന്റെ കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ ധാരണയിലെത്തിയത്. പക്ഷെ കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്ത് എങ്ങനെ? അതേ ഗവർണറാണ് 19 BJP-ക്കാരെ ഒരു സെനറ്റിൽ മാത്രം പോസ്റ്റ് ചെയ്തു. 19 BJP-ക്കാരെ. എവിടെങ്കിലും നിങ്ങൾ ഈ ചർച്ച കണ്ടോ? കേരളം ഇളക്കി മറിക്കില്ലായിരുന്നോ? ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനൊരു ചലനം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ലീഗ് എവിടെ? ലീഗ്, കോൺഗ്രസ് അവിടെ ഇരിക്കട്ടെ, മതന്യൂനപക്ഷങ്ങളെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യാൻ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പും മുസ്ലിം ലീഗ് കൂടെ ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കേരളത്തിലെ മൈനോറിറ്റിയെ സെറ്റ് ചെയ്തെടുത്ത ലീഗ് എവിടെയാ? എന്നിട്ട് പറയുകയാണ് പ്രധാനമന്ത്രിയുടെ ലോഗോ വരുന്നുണ്ട്, എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ലീഗ്. PMC-യിൽ ഒപ്പിട്ടിട്ട് പോയല്ലോ, ഇനി എന്തിനാന്നാ? ഒപ്പിട്ടതിന് ശേഷമാണ് സാർ ഇത് കടലിൽ കളയുമെന്ന് പറഞ്ഞേ, ഇത് ചവിറ്റുകൊട്ടെ കളയുമെന്ന് പറഞ്ഞത്. എന്നിട്ട് പഠിക്കാൻ സബ് കമ്മിറ്റി വെച്ചിരിക്കുക. പഠിക്കാതാണ് ഈ പറഞ്ഞത് മുഴുവനെന്ന് മനസ്സിലായില്ലേ? ഇനി അദാനിയുമായിട്ടുള്ള ബന്ധം, ഞാനൊരു ചെറിയ സമയം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ദേവകി തിലയങ്കോട് എന്ന വളരെ പ്രശസ്തയായ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തകയുണ്ട് കേരളത്തിൽ. അവർക്ക് അവരുടെ ജീവിതകാലത്ത്, കുട്ടിക്കാലത്ത് അവർ വായിക്കാൻ സമ്മതിക്കില്ലായിരുന്നു, അക്ഷരം പഠിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അവരുടെ ആത്മകഥയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്, മാസത്തിൽ 4 ദിവസം അവരെ വീടിന് പുറത്തുള്ള ഔട്ട് ഹൗസിൽ താമസിപ്പിക്കും.
അങ്ങനെ താമസിപ്പിക്കുമ്പോൾ അവർ ബ്രദേഴ്സ്, അവരുടെ ആങ്ങളമാരും ബന്ധുക്കളും ആയിട്ടുള്ള പുരുഷന്മാർ എടുത്തുകൊണ്ടുവരുന്ന പുസ്തകങ്ങൾ രഹസ്യമായിട്ട് വായിച്ച കൂട്ടത്തിൽ അവരെ ഹഠാത് ആകർഷിച്ച പുസ്തകമാണ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ. ഈ പാവങ്ങൾ വായിച്ചിട്ട് അവർ പറയുന്നത്, ശിവന്റെയും കൃഷ്ണന്റെയും സരസ്വതിയുടെയും ചിത്രത്തിന്റെ ഇടയിൽ ഞാനൊരു സ്പേസ് ഇട്ടിരുന്നു. ആ സ്പേസിൽ ഞാൻ പ്രതിഷ്ഠിച്ചു വെക്കുന്നത് പാവങ്ങളിലെ ബിഷപ്പിനെയാണ്. അതുപോലെ BJPയുടെ ദേശീയ ആഫീസിൽ ജനറൽ സെക്രട്ടറിക്ക്, ഒരു പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിക്ക് ഒരു കസേരയുണ്ട്. ആ കസേരയിൽ ആളില്ല. ആ ജനറൽ സെക്രട്ടറി ആരാണെന്ന് രാജേന്ദ്രൻ സാറിന് അറിയാവോ? അദാനി. അങ്ങനെ BJPയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ് അദാനി. ആ അദാനിയുമായി സന്ധി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് മുഴുവൻ വഹിച്ച ഒരാൾ അദാനിയാ. രണ്ടാമത് സതീശന്റെ മുമ്പിൽ ദേവകി നീലങ്കോടിന്റെ ഒരു പടം, ദേവകി നീലങ്കോട് സൂചിപ്പിച്ച അതേ ആശയത്തിൽ പറഞ്ഞാൽ മറ്റൊരു ചിത്രം അദ്ദേഹം വെച്ചിട്ടുണ്ട്, ബെക്കാടി കമ്പനിയുടെ മുതലാളിയെ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം സാർ. അപ്പോഴാണ് RSS, നേരത്തെ ജയചന്ദ്ര സാർ കൃത്യമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ പലയിടത്തും പറയുന്നതാണ് ഈ സ്വകാര്യവൽക്കരണത്തിന്റെ അജണ്ടയിൽ ഞങ്ങൾക്ക് ബിസിനസ് നടത്തലല്ല ജോലി എന്ന BJPയുടെ വാദം. ആ വാദമാണ് കേരളത്തിൽ ഇപ്പോ. ഗവൺമെന്റ് ഇതെല്ലാം കൈയൊഴി അല്ലേ? KSRTCയിൽ ശമ്പളമില്ല സാർ, പെൻഷൻ കൊടുത്തിട്ടില്ല സാർ മറ്റുള്ളവർക്ക്. 35 ലക്ഷം പാവപ്പെട്ട മനുഷ്യർക്ക്, സ്ത്രീകൾക്ക് 1000 രൂപ കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ടാണ് 600 കോടി രൂപയുടെ യാത്ര എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചത്. മൂന്നാർ പോവാം, മരുമകളുടെ വീട്ടിൽ പോവാം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കഴിഞ്ഞ 50 ദിവസക്കാലത്തെ കേരളത്തിലെ ഭരണം എടുത്ത് പരിശോധിച്ചാൽ BJP നിങ്ങൾക്കെതിരെ സമരത്തിന് വരില്ല. ഒരു ദിവസം മാത്രമേ സമരം ചെയ്തുള്ളൂ. ബസ് യാത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് 4-5 സ്ത്രീകൾ BJPയുടെ അന്ന് നിരോധിച്ച് BJP. അപ്പൊ BJP കോൺഗ്രസ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കമന്റ് അറിയാൻ താല്പര്യമുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം.